നമസ്കാരം, സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പുതിയ തലമുറയെ ശുദ്ധീകരിച്ച് വാർത്തെടുക്കാൻ പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന പ്രവണത പൊതുവിദ്യാലയങ്ങളിൽ നിന്നും മാത്രമേ കാണുകയുള്ളൂ എന്നും സി രവീന്ദ്രനാഥ്. പന്നിയങ്കര ടോൾ 5 കിലോമീറ്റർ പരിധിയിൽപ്പെടാത്ത പ്രദേശവാസികളിൽ നിന്നും ഫെബ്രുവരി 17 മുതൽ ടോൾ പിരിക്കുമെന്ന് ടോൾ കമ്പനി. 5 കിലോമീറ്റർ ഉള്ളവർക്ക് മാത്രമേ സൗജന്യ യാത്ര അനുവദിക്കൂ എന്ന നിലപാടിൽ ഉറച്ച കരാർ കമ്പനി. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി പല്ലഞ്ചാത്തന്നൂർ തിരുവത്തുപള്ളി നേർച്ച ആഘോഷിച്ചു. അപ്പപ്പെട്ടിയുമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ നേർച്ച അർപ്പിച്ചു മടങ്ങി. വാർത്തകൾ വിശദമായി. പുതിയ തലമുറയെ ശുദ്ധീകരിച്ച് വാർത്തെടുക്കാൻ പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. മഞ്ഞപ്രയിൽ ടിങ്കിൾ മെമ്മോറിയൽ ഹിന്ദു UP സ്കൂളിന്റെ 125ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഈ ഗ്രാമത്തിൽ പൊതുവിദ്യാലയത്തിലൂടെ വളർന്നു വരുന്ന തലമുറകൾ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന സംസ്കാരമുള്ളവരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 3 ബന്ധങ്ങളാണ് സമൂഹത്തിലുള്ളത്. ഒന്ന്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ. 2, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ. മനുഷ്യനും ഇതര ജീവികളും തമ്മിലുള്ള സ്ഥൂല സൂക്ഷ്മ ബന്ധങ്ങൾ. ഇതിൻ്റെ നൈതിക ഭാവം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കാണ് സംസ്കാരമുണ്ട് എന്ന് പറയാൻ കഴിയുക. എന്താ ഈ നൈതിക ബന്ധത്തിന്റെ നൈതികത, അതിന്റെ നൈസർഗികത? അതെല്ലാം വലുതായി ജോലി കിട്ടി ഒക്കെ പഠിക്കേണ്ട കാര്യങ്ങളല്ല. ജനിച്ചു വീഴുമ്പോൾ മുതൽ പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ്. അത് ഈ പരസ്പര ബന്ധങ്ങളെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെല്ലാവരും ചേർന്നിരിക്കുന്ന സ്ഥലത്ത് വരണം. അത് വിദ്യാലയമാണ്. പൊതുവിദ്യാലയത്തിൽ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ മക്കളും ഒരുപക്ഷെ ആ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും പണമുള്ളവരുടെ മക്കളും ഏത് ജാതിയിലും മതത്തിലും പെട്ടവരുടെ മക്കളും ഒന്നിച്ചിരുന്ന് ഒരേ ബെഞ്ചിൽ പഠിക്കുകയാണ്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ഒന്നിച്ച് പരസ്പരം ആർത്ത് ചിരിച്ച് കളിക്കുകയാണ്. അതിലൂടെ ഒരു മനസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആശയം, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ നൈസർഗിക ബന്ധങ്ങളും ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ്. അത് മറ്റെവിടെ നിന്നും കിട്ടില്ല. ഏത് സ്ഥാപനത്തിൽ നോക്കിക്കോളും, ഞാൻ ഈ പറഞ്ഞ ആ വലിയ ഇടപെടൽ ശേഷി എങ്ങും ഉണ്ടാവില്ല. ആസ്പത്രിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, പിന്നെ മറ്റേ സ്ഥാപനങ്ങളും നമ്മുടെ ഗ്രാമത്തിലുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്, വില്ലേജ് ഓഫീസുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലത് തന്നെ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന പ്രവണത പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമേ കാണുകയുള്ളൂ എന്നും സി രവീന്ദ്രനാഥ് പറഞ്ഞു. സംസ്കാര സമ്പന്നമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ പൊതുവിദ്യാലയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി ടീച്ചർ അധ്യക്ഷയായി. വടക്കഞ്ചേരി CI KP ബെന്നി, സ്കൂൾ പ്രധാനാധ്യാപിക T ബിന്ദു ജോൺ, മാനേജർ ഓമന ജോസഫ്, M ബാലൻ, S ഇസ്മായിൽ, MP രവികുമാർ, മുഹമ്മദ് കോയ, ആഷ്കുമാർ, ജെയ്സൺ, M ജേക്കബ്, PV ഏലിയാസ്, P കുട്ടിയാലി, K ശ്രീകുമാരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മെഗാഷോയും അരങ്ങേറി. പന്നിയങ്കര ടോൾ 5 കിലോമീറ്റർ പരിധിയിൽപ്പെടാത്ത പ്രദേശവാസികളിൽ നിന്നും ഫെബ്രുവരി 17 മുതൽ ടോൾ പിരിക്കുമെന്ന ടോൾ കമ്പനി. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കരയിൽ ഈ മാസം 17 മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ടോൾ പ്ലാസയുടെ 5 കിലോമീറ്റർ ചുറ്റളവിന് പുറത്തുള്ളവരിൽ നിന്നാണ് ടോൾ ഈടാക്കുക. ടോൾ പ്ലാസയുടെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യ യാത്ര ടോൾ കമ്പനി അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ടോൾ സൗജന്യം അനുവദിച്ചിരിക്കുന്ന പഞ്ചായത്തുകളിൽ 5 കിലോമീറ്ററിന് പുറത്തുള്ളവർ പ്രതിമാസം 340 രൂപ മാസപ്പാസ് എടുത്ത് യാത്ര ചെയ്യാമെന്നും അധികൃതർ പറഞ്ഞു. നിലവിൽ വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, വണ്ടാഴി, പുതുക്കോട്, തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്കാണ് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഈ പഞ്ചായത്തുകളിൽ 5 കിലോമീറ്ററിന് പുറത്തുള്ളവർക്കാണ് മാസപ്പാസ് സൗകര്യം ഏർപ്പെടുത്തുക. സൗജന്യ യാത്ര ലഭ്യമാക്കുന്നതിനുള്ള രേഖകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാൻ സമയമുണ്ട്. ഇതുവരെ 2000-ഓളം പേർ സൗജന്യ യാത്ര ലഭിക്കുന്നതിനുള്ള രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്.
ടോൾ പ്ലാസയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യം ലഭ്യമാക്കണമെന്ന സർവകക്ഷി യോഗത്തിന്റെ ആവശ്യം പരിഗണിക്കാതെ ഏകപക്ഷീയമായി ടോൾ പിരിച്ചാൽ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയ കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട SFI DYFI പ്രവർത്തകർ സ്കൂളിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തെ തുടർന്നാണ് കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട DYFI SFI പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് സ്കൂളിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DYFI വടക്കഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി K ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ നാടെന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിപൂർണ സുരക്ഷ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിനാകെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കീഴിൽ നയിക്കപ്പെടുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ നാട്. ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ പോലും കാറ്റിൽ പറത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഞങ്ങൾ വെറുതെ വന്ന് ഈ ഗേറ്റിന് മുന്നിൽ വെറുതെ ഒരു 10 മിനിറ്റ് നേരത്തെ പ്രസംഗം നടത്തി പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. അവർക്കും പെൺമക്കൾ ഉണ്ടാവാം. ആ പെൺമക്കൾക്കും ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടത്തെ അധ്യാപകൻ പീഡിപ്പിച്ചാലും വേണ്ടില്ല, ഇവിടത്തെ അധ്യാപകൻ എന്ത് തോന്നിയവാസം കാണിച്ചാലും വേണ്ടില്ല, നിങ്ങളൊന്നും ഒരു വാക്ക് കൊണ്ടുപോലും റോട്ടിലിറങ്ങി പ്രതികരിക്കരുതെന്ന് പറയുന്ന ഒരു അധ്യാപക കൂടി ഇന്ന് ഇവിടെ ജന്മമെടുത്തിട്ടുണ്ട്. ആദർശ അധ്യക്ഷനായി U അഷ്റഫ്, അഞ്ജലി എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം പ്രധാന അധ്യാപികയുമായി നടത്തിയ ചർച്ചയിൽ അധ്യാപകനെതിരെ നടപടിയെടുക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ദേശീയപാത പന്തലാംപാടത്ത് ചാനൽ വാർത്താ സംഘത്തിന്റെ കാറിടിച്ച് മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ 24 വാർത്താ സംഘം സഞ്ചരിച്ച കാർ ഇടിച്ചാണ് കഴിഞ്ഞ ഒക്ടോബർ 18-ന് പന്തലാംപാടം മേരിമാത സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഇസാം, ഇക്ബാൽ, മുഹമ്മദ് റോഷൻ എന്നിവർ മരണപ്പെട്ടത്. മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തുക അനുവദിച്ചതെന്ന് PP സുമോദ് MLA അറിയിച്ചു. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ പാലക്കാട് NHM ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി NN പ്രജിത ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിപ്പിച്ച ഒരു സംഭവം വളരെ ഖേദകരമാണ്. സ്ത്രീകൾ മാത്രമുള്ള നമ്മളുടെ JPHമാരെ അവരുടെ താഴേക്കടയിൽ വർക്ക് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവരുടെ ശമ്പളം അടിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരെ ട്രെയിനിങ് കൊടുത്ത് അവരെ വളർത്തി ഈ രീതിയിലാക്കിയ നമ്മൾ കാരണം അവരുടെ ശമ്പളം നഷ്ടപ്പെടുന്നു എന്ന ഒരു മോശമായ ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ എല്ലാ JPHമാർക്കും വളരെയേറെ വേദന ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. ശശിത അധ്യക്ഷയായി. സരിത ജേക്കബ്, PD അനിൽകുമാർ, അംജദ് ഖാൻ, രജനി, രാജലക്ഷ്മി, ശ്രീകല, റുക്കിയ, രാധിക തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. PF പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ PF ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും ആനുകൂല്യം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായാണ് ധർണ നടത്തിയത്. PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. R പുരുഷോത്തമൻ അധ്യക്ഷനായി. DV രാമകൃഷ്ണൻ, VP രാധാകൃഷ്ണൻ, CP ചന്ദ്രൻ, VB രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതിയും തുകയും വകയിരുത്തിയെന്ന സർക്കാർ വാദം കാപട്യമാണെന്ന് SC/ST സംരക്ഷണ മുന്നണി. ബജറ്റിൽ വിവിധ പദ്ധതികൾ ഇല്ലാതാക്കുകയും തുക വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത സർക്കാർ മുൻ വർഷങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ ലാപ്സാക്കിയെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി K മായാണ്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിജയൻ അമ്പലക്കാട്, സനീഷ് ആനച്ചിറ, ഗോപാലകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വീട് പൂർത്തീകരണവും നവീകരണവും അത് 222.06 കോടി രൂപയിൽ നിന്നും 173.06 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു. ഈ വർഷം വെട്ടിക്കുറച്ചു. ഭവന നിർമ്മാണത്തിന് ഭൂമി വാങ്ങാൻ 170 കോടി രൂപയിൽ നിന്നും 70 കോടി രൂപയായിട്ട് വെട്ടിക്കുറച്ചു. വിവാഹ ധനസഹായം 86 ലക്ഷം 50 ലക്ഷമായി. പെൺകുട്ടികൾക്കുള്ള വാത്സല്യ പദ്ധതി 10 കോടി രൂപ പദ്ധതി പൂർണ്ണമായിട്ടും ഒഴിവാക്കി. പാലക്കാട്
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 50 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്, അത് 20 കോടിയായി. ഈ വർഷം അത് 25, അടുത്ത വർഷത്തേക്ക് ബഡ്ജറ്റില് 25 കോടിയാക്കിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ വർഷം അത് 50 കോടി രൂപ വകയിരുത്തത് 20 കോടിയായിട്ട് കുറച്ചു. വീണ്ടും അത് അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ 25 കോടിയായിട്ട് അനുവദിച്ചിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി പല്ലഞ്ചാത്തന്നൂർ തിരുവത്ത് പള്ളി നേർച്ച ആഘോഷിച്ചു. അപ്പപ്പെട്ടിയുമായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ നേർച്ച അർപ്പിച്ച് മടങ്ങി. കെട്ടുകാഴ്ചകളുമായി എത്തിയ നേർച്ചകളെ ആവേശത്തോടെ പള്ളി മൈതാനിയിലേക്ക് സ്വീകരിച്ചു. വാദ്യാഘോഷങ്ങൾ, ഗജവീരന്മാർ, വണ്ടിവേഷങ്ങൾ, ദഫ്മുട്ട തുടങ്ങിയവയെല്ലാം തിരുവത്ത് പള്ളി നേർച്ചയെ വർണ്ണാഭമാക്കി. പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയും പാലക്കാട് ഗ്രാമീണ ഗ്രന്ഥശാല വായനശാലയും ആരോഗ്യപുരം വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യപുരം സെന്റ് മേരീസ് പള്ളിയിൽ പാലന ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചത്. സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ വിൻസെന്റ് ഒല്ലൂക്കാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് വിൽസൺ കണ്ണാടൻ, PSCP ആശാകിരണം കോർഡിനേറ്റർ ജോയ് അറക്കൽ, പാലന ആശുപത്രിയിലെ ഡോക്ടർ ദീപക് എന്നിവർ സംസാരിച്ചു.